ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് അസ് കണ്ടാലോ. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ ചേച്ചി ഉണ്ട് കേട്ടോ വീഡിയോയിൽ അവസാനം വരെ. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് പ്രൈമർ ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് ഞാൻ CC ക്രീമും അതുപോലെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത്. പിന്നെ മുഖത്ത് ഒരുപാട് നമ്മുടെ ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് മുഖത്തൊക്കെ ആകെ വാടി കിടക്കുക. അപ്പോൾ അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് കൺസീൽ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ലൂസ് പൗഡർ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേ. ഇത് എൻ്റെ ഐഷാഡോ പാലറ്റാണ്, ഹ്യൂഡ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ്. ഇതിൽ 2 കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാനത് എൻ്റെ ഐഷാഡോ ആയിട്ട് ഇട്ടത് കേട്ടോ. അത് കുറച്ച് തിളങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. ആദ്യം പെൻസിൽ വെച്ചിട്ട് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാര എപ്പോഴും ഇടണം എന്നാണ്. ഞാൻ എപ്പോഴും മസ്കാര ഇടും കേട്ടോ. എനിക്കിഷ്ടമാണ് മസ്കാര ഇടാൻ. പിന്നെ ഉണ്ടല്ലോ കൺമിഷ് നോക്കിയപ്പോൾ കണ്ടില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെ കണ്ണ് എഴുതി കൊടുത്തു. അടുത്ത ടാസ്ക്കാണ് കണ്ണെഴുത്ത്. എനിക്ക് എപ്പോഴും എഴുതിയാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ കണ്ണും എഴുതി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഒരു പൊട്ടും കുത്തിയപ്പോൾ ഞാൻ തന്നെ സുന്ദരിയെന്ന് എനിക്ക് തന്നെ തോന്നി. എന്താ അല്ലേ. പിന്നെ കുറേ പ്രാവശ്യം കണ്ണോടെയൊക്കെ നോക്കിയിട്ടോ. നെക്സ്റ്റ് ടാസ്ക്കാണ് മുടി കെട്ട്. എങ്ങനെ നോക്കിയിട്ടും കെട്ടാൻ പറ്റാത്തൊരു മുടിയായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ അവിടെ ഇട്ട് അവസാനം എങ്ങനെയൊക്കെയോ ഇങ്ങനെയൊക്കെ ആക്കി. കൊള്ളാവോ? 2 സൈഡും കാണാൻ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ തന്നെ എനിക്ക് തന്നെ ഭയങ്കര എന്നോട് ബഹുമാനം തോന്നി മുടിയൊക്കെ കിട്ടിയപ്പോൾ. പിന്നെ ഞാൻ വളയിട്ടു. ഈ വളയൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഏറ്റവും കൂടുതൽ എനിക്ക് കുപ്പി വളയാണ് കേട്ടോ ഇഷ്ടം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കമ്മൽ ഇത് ഞാൻ എൻ്റെ സാരിക്ക് മേച്ചായിട്ട് ഒരുപാട് തിരഞ്ഞിട്ട് മേടിച്ചു കേട്ടോ. ഈ സാരിക്ക് ഒരു കമ്മൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബ്ലൗസിൻ്റെ കളറുള്ള കമ്മൽ കിട്ടാൻ ബുദ്ധിമുട്ടിയപ്പം ഞാൻ എടുത്തു. പിന്നെ ഒരു ചന്ദനക്കുറിയും തൊട്ട് എൻ്റെ മാലയും കൂടി ഇട്ടപ്പോൾ ഞാൻ എല്ലാം കൂടെ ഫിനിഷ് ചെയ്തു. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കുറേ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയോ തിരിഞ്ഞു കേട്ടോ. കുറേ അങ്ങോട്ട് തിരിഞ്ഞു, കുറേ ഇങ്ങോട്ട് തിരിഞ്ഞു. എൻ്റെ ചന്തമൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നെ കാണാൻ. അവസാനം ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചു. ഇതാണ് എൻ്റെ ചേച്ചി.